ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആൽദിൻസ് കിച്ചൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മുരിങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന റൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുരിങ്ങയിലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീൻസ് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി മുരിങ്ങയില അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിലൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസ് കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയില ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഏകദേശം ഇതൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസിക്കും കൂടി ഉള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ റൈസ് ഇടുന്ന ടൈമിൽ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മുട്ടയൊക്കെ ഇടാൻ, കോഴിമുട്ടയൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഏകദേശം ഇതൊന്ന് കുക്കാവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചോറ് വെക്കുന്ന റൈസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറും നമ്മുടെ വെജിറ്റബിൾസും മിക്സായിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, വല്ലാതെ ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ചോറൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഇത്രയും മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.